ഹലോ, വെൽക്കം ടു HUV മലയാളം. നമ്മൾ BCOM 6 സെമ്മിൻ്റെ ഓഡിറ്റിംഗ് എന്ന ചാപ്റ്ററിലാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണ് ഓഡിറ്റ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റ് ടു ദ ബിസിനസ് എൻ്റർപ്രൈസസ് ആൻഡ് മാനേജ്മെൻറ്റ്, അതായത് ഓഡിറ്റ് കൊണ്ട് ബിസിനസ് എൻ്റർപ്രൈസസിനും അതേപോലെ മാനേജ്മെൻറ്റിനും എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഉണ്ടാവുക നോക്കാം. ഓഡിറ്റ് എൻഷുവേഴ്സ് ആക്യുറസി ഓർ കറക്റ്റ്നെസ് ഓഫ് ദ ബുക്സ് ഓഫ് അക്കൗണ്ടും ബുക്സ് ഓഫ് അക്കൗണ്ടിൻ്റെ ആക്യുറസിയും കറക്റ്റ്നെസ്സും എൻഷുവർ ചെയ്യുന്നു. അതേപോലെ തന്നെ ഇറ്റ് എൻഷുവേഴ്സ് ഓതൻറ്റിസിറ്റി ആൻഡ് റിലയബിലിറ്റി ഓഫ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ റിലയബിലിറ്റിയും ഓതൻറ്റിസിറ്റിയും എൻഷുവർ ചെയ്യുന്നു. ഓഡിറ്റ് ഹെൽപ്സ് ഇൻ ദ ഡിറ്റക്ഷൻ ആൻഡ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സും, എന്തെങ്കിലും ഫ്രോഡ്സോ എറേഴ്സോ ഉണ്ടെങ്കിൽ അതൊക്കെ ഡിറ്റക്റ്റ് ചെയ്യാൻ ഓഡിറ്റ് ഹെൽപ്പ് ചെയ്യുന്നു. Audit helps the enterprise and management to ascertain whether the legal requirements are complied with. അതായത് പല ലീഗലായിട്ടുള്ള കാര്യങ്ങളൊക്കെ എൻ്റർപ്രൈസിനെ മാനേജ്മെൻറ്റിൻ്റെക്ക് അതൊക്കെ കണ്ടെത്താൻ സഹായിക്കുന്നു. ഓഡിറ്റ് പോയിൻറ്റ് ഔട്ട് ദ വീക്ക്നെസ് ഓഫ് ദ എക്സിസ്റ്റിംഗ് സിസ്റ്റം ഓഫ് ഇൻറ്റേർണൽ ചെക്ക് ആൻഡ് ഇൻറ്റേർണൽ കൺട്രോളും. ഇൻറ്റേർണൽ ചെക്ക് ചെയ്യുമ്പോഴും ഇൻറ്റേർണൽ കൺട്രോളും ആ എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിൽ എന്തെങ്കിലും വീക്ക്നെസ് ഉണ്ടെങ്കിൽ അത് കണ്ടെത്താൻ സഹായിക്കുന്നു. Audit examination makes the employees in the charge of accounts and records vigilant, regular up to date in their work. അതായത് റെഗുലറായിട്ടും അപ് ടു ഡേറ്റ് ആയിട്ടും അവരുടെ വർക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യാനും അത് എക്സാമിൻ ചെയ്യാനൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും ഓഡിറ്റ് എന്ന് പറയുന്നത്. ലോൺ ആൻഡ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ക്യാൻ ബി ഈസിലി ഒബ്റ്റൈൻഡ് ബൈ എ കൺസേൺ ഓൺ ദ ബേസിസ് ഓഫ് ഓഡിറ്റഡ് അക്കൗണ്ട്സ്. നല്ല രീതിയിലുള്ള ഒരു ഓഡിറ്റഡ് അക്കൗണ്ട്സ് ആണെങ്കിൽ നമുക്ക് ലോൺസും ക്രെഡിറ്റ് ഫെസിലിറ്റീസൊക്കെ കിട്ടാൻ എളുപ്പമായിരിക്കും. ലാബിലിറ്റി ഓഫ് ആൻ എൻ്റർപ്രൈസസ് ആസ് ടു ഇൻകം ടാക്സ്, wealth tax and value added tax etc. can be easily determined on the basis of audited accounts. ഒരു നല്ല രീതിയിൽ ഓഡിറ്റ് ചെയ്ത അക്കൗണ്ട്സ് ആണെങ്കിൽ ഇൻകം ടാക്സും അതേപോലെ തന്നെ വെൽത്ത് ടാക്സ്, വാല്യൂ ആഡഡ് ടാക്സ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ഡിറ്റർമിൻ ചെയ്യാൻ സഹായിക്കും. എ ബിസിനസ് ക്യാൻ എൻജോയ് ബെറ്റർ റെപ്യൂട്ടേഷൻ ഓഫ് ഇറ്റ്സ് അക്കൗണ്ട്സ് ആർ ഓഡിറ്റഡ് ബൈ ആൻ ഇൻഡിപെൻഡൻറ്റ് പ്രൊഫഷണൽ ഓഡിറ്റർ. അതായത് നല്ല രീതിയിലായിട്ടുള്ള ബെറ്റർ റെപ്യൂട്ടേഷനൊക്കെ ഉള്ള ഒരു ബിസിനസ് ആണെങ്കിൽ പ്രൊഫഷണൽ ഓഡിറ്റേഴ്സ് ആയിരിക്കും അത് ഓഡിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. Then audited accounts are more reliable as evidence in courts of law. ഓഡിറ്റ് ചെയ്ത അക്കൗണ്ട്സിനും എന്താ പറയുക ഭയങ്കര എവിഡൻസ് ആണ് കോർട്സിലൊക്കെ. ഫെസിലിറ്റേറ്റ് കാൽക്കുലേഷൻ ഓഫ് പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആണ്. ദ ഇൻഷുറൻസ് ക്ലെയിം ക്യാൻ ബി ഈസിലി ഡിറ്റർമിൻ ഓൺ ദ ബേസിസ് ഓഫ് ഓഡിറ്റഡ് അക്കൗണ്ട്സ്. അതായത് ഇൻഷുറൻസ് ക്ലെയിമൊക്കെ നമുക്ക് കിട്ടാൻ ഓഡിറ്റഡ് അക്കൗണ്ട്സ് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓഡിറ്റഡ് അക്കൗണ്ട് സെർവേഴ്സ് എ ബേസിസ് ഫോർ സോൾവിങ് ദ ഡിസ്പ്യൂട്ട്സ് ടു ഹയർ വേജസ്. അതായത് നമ്മൾ വ്യത്യസ്ത വേജസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹയർ വേജൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ സോൾവ് ചെയ്യാനും ഓഡിറ്റഡ് അക്കൗണ്ട്സ് ഹെൽപ്ഫുൾ ആയിരിക്കും. കമ്പാരിസൺ ഓഫ് അക്കൗണ്ട്സ് ഫ്രം ഇയർ ടു ഇയർ ബിക്കംസ് ഈസിയർ സിൻസ് അക്കൗണ്ട്സ് ആർ യൂണിഫോംലി പ്രിപ്പയർഡ്. അതായത് യൂണിഫോമിലായിട്ടാണ് നമ്മൾ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇയർ ടു ഇയർ ആയിട്ടുള്ള അക്കൗണ്ട്സിൻ്റെ കമ്പാരിസണൊക്കെ നല്ല രീതിയിൽ നടത്താൻ സഹായിക്കും. ഇതൊക്കെയാണ് ഒരു ഓഡിറ്റ് നടത്തുന്നത് മൂലം എൻ്റർപ്രൈസസിന് അതായത് മാനേജ്മെൻറ്റ് തന്നെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത അഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റ് ടു ദ ഓണേഴ്സ് ഓഫ് ദ ബിസിനസ്. അതായത് ഒരു ഓഡിറ്റ് നടത്തുമ്പം എന്തൊക്കെയാണ് അതിൻ്റെ ഓണർക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജസ് നോക്കാം. In the case of a sole trader, auditing assures him that all business transactions have been duly accounted for and there are no errors and faults. It also helps in him to know the true facts about the business. അതായത് ഒരു സോൾ ട്രേഡർ എന്താ പറയുക ഓഡിറ്റിംഗ് ഒക്കെ നല്ല രീതിയിലായിരിക്കും അഷ്യൂർ ചെയ്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ എറേഴ്സും ഫ്രോഡ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സഹായിക്കും. ഇനി നമ്മൾ പാർട്ട്ണർഷിപ്പിൻ്റെ കേസിലെടുക്കുകയാണെങ്കിൽ ദ ഓഡിറ്റഡ് അക്കൗണ്ട് സെർവ് ആസ് ദ എവിഡൻസ് ഓഫ് പ്രോപ്പർ മാനേജ്മെൻറ്റ് ഓഫ് ദ അഫെയർ ഓഫ് ദ ബിസിനസ്. Audited accounts can help in the valuation of goodwill and settlement of accounts on the admission, retirement and death of a partner. Again, audited accounts minimize the chances of dispute among the partners. അതായത് നല്ല രീതിയിൽ ഓഡിറ്റ് ചെയ്ത അക്കൗണ്ട്സ് ആണെങ്കിൽ നമുക്കതിൻ്റെ ഒരു ഗുഡ്വില്ലിനെ വാലുവേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ അക്കൗണ്ട്സ് സെറ്റിൽ ചെയ്യാനും അഡ്മിഷൻ്റെ സമയത്തും റിട്ടയർമെൻറ്റ് സമയത്തും പാർട്ട്ണറുടെ ഡെത്തിൻ്റെ സമയത്തൊക്കെ അക്കൗണ്ട്സൊക്കെ സെറ്റിൽമെൻറ്റ് ചെയ്യാൻ ഒരു ഓഡിറ്റഡ് അക്കൗണ്ട്സ് മൂലം സഹായിക്കും. അതേപോലെ തന്നെ പാർട്ട്നേഴ്സിൻ്റെ തമ്മിലുള്ള ഡിസ്പ്യൂട്ട്സൊക്കെ കുറച്ച് മിനിമൈസ് ചെയ്യാൻ സഹായിക്കും. ഇനി നമ്മൾ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ വരികയാണെങ്കിൽ ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ് assures the shareholders that the affairs of their company are smoothly and their investment is safe. The shareholders of a company can value their shares on the basis of audited accounts. അതായത് ഷെയർഹോൾഡേഴ്സിൻ്റെ ഷെയർസിൻ്റെ വാല്യൂസൊക്കെ ഈ ഓഡിറ്റഡ് അക്കൗണ്ട്സിൻ്റെ ബേസിസിലായിരിക്കും ഉണ്ടായിരിക്കുക. Then in the case of a cooperative society or a trust, audit assures the member of the beneficiary that the affairs of the society or
ട്രസ്റ്റ് ആർ കണ്ടക്റ്റഡ് പ്രോപ്പർലി ആൻഡ് ഡെയർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആർ ലുക്ക്ഡ് ആഫ്റ്റർ പ്രോപ്പർലി. നല്ല രീതിയിലാണ് നമ്മളൊരു അക്കൗണ്ട്സും ഓഡിറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. ഈ അടുത്തതാണ് അഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റിംഗ് ടു അതേഴ്സ്. എന്തൊക്കെയാണ് മറ്റുള്ളവർക്ക് ഈ ഓഡിറ്റ് കൊണ്ട് എന്തൊക്കെ അഡ്വാൻറ്റേജ് ഉണ്ടാവുക നോക്കാം. ലെൻഡേഴ്സിന്, അതായത് ഇറ്റ് ക്യാൻ ഡിപ്പെൻഡ്സ് ഓൺ ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വൈൽ ടേക്കിംഗ് എ ഡിസിഷൻ ടു ഗ്രാൻഡ് ക്രെഡിറ്റ് ടു ദ ബിസിനസ് കൺസേൺ. അതായത് ലെൻഡേഴ്സിന് എന്താ പറയുക, അവർക്ക് ക്രെഡിറ്റ്സൊക്കെ ബിസിനസ് കൺസേണിന് ഗ്രാൻറ്റ് ചെയ്യാൻ കുറച്ചും കൂടി ഹെൽപ്ഫുള്ളായിരിക്കും. ടാക്സ് അതോറിറ്റീസിന് ഏത് തരത്തിലാണെന്ന് നോക്കാം. ടാക്സ് അതോറിറ്റീസ് ക്യാൻ ഡിപ്പെൻഡ് ഓൺ ഓഡിറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ അക്സസിങ് സെയിൽ ടാക്സ്, ഇൻകം ടാക്സ് ആൻഡ് വെൽത്ത് ടാക്സ് ഓഫ് ദ ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ വെൽത്ത് ടാക്സും ഇൻകം ടാക്സും സെയിൽസ് ടാക്സൊക്കെ നോക്കുന്നത് ടാക്സ് അതോറിറ്റീസാണ്. ദെൻ ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ് സേഫ്ഗാർഡ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ വർക്കേഴ്സ് ആൻഡ് ഈസ് ഹെൽപ്ഫുൾ ഇൻ ദ സെറ്റിൽമെൻറ്റ് ഓഫ് ക്ലൈം ഫോർ ഹയർ വേജസ് ആൻഡ് ബോണസ്. ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സിന് വർക്കേഴ്സിനും അതേപോലെ തന്നെ അവരുടെ വേജസും അതേപോലെ തന്നെ ബോണസൊക്കെ സെറ്റിൽമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്ഫുള്ളാണ്. അതേപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനി ക്യാൻ റെലി ഓൺ ഓഡിറ്റഡ് അക്കൗണ്ട്സ് ടു സെറ്റിൽ ക്ലൈംസ് ഇൻ റെസ്പെക്ട് ഓഫ് ഡാമേജ് ഓർ ലോസ് ഓഫ് ബിസിനസ് അസെറ്റ്സ് ബൈ ഫയർ ഓർ തെഫ്റ്റും. അതുപോലെ തെഫ്റ്റോ ഫയറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബിസിനസ്സിനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓഡിറ്റഡ് അക്കൗണ്ട്സ് മുഖാന്തരം നമുക്ക് ഇൻഷുറൻസ് കമ്പനീസിനൊക്കെ ഹെൽപ്പായിട്ട് അത് ക്ലെയിം ചെയ്യാൻ സഹായിക്കും. The purchase of a business can easily calculate the amount of purchase consideration on the basis of audited accounts. ഓഡിറ്റഡ് അക്കൗണ്ട്സിൻ്റെ ബേസിസിലാണ് നമ്മൾ പർച്ചേസ് കൺസിഡറേഷനൊക്കെ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഓഡിറ്റഡ് അക്കൗണ്ട്സ് ക്രിയേറ്റ് കോൺഫിഡൻസ് ഇൻ ദ മൈൻഡ്സ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഇൻ എ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിലും ഇൻവെസ്റ്റേഴ്സിനും ഒരു കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യാൻ ഈ ഓഡിറ്റഡ് അക്കൗണ്ട്സ് ഹെൽപ്ഫുള്ളായിരിക്കും. അങ്ങനെ നമ്മൾ ലിമിറ്റേഷൻസാണ് നോക്കുന്നത്. Generally following are the limitations of auditing. Non-detection of errors and frauds. Auditor may not be able to detect certain frauds which are committed by the clients. അതായത് ചില സമയത്ത് ഓഡിറ്റേഴ്സ് എന്താ പറയുക, ഫ്രോഡ്സ് ഡിറ്റക്റ്റ് ചെയ്യാറില്ല. അടുത്തത് ഡിപ്പെൻഡൻസ് ഓൺ എക്സ്പ്ലനേഷൻ ബൈ അതേഴ്സ്. ഓഡിറ്റർ ഹാസ് ടു ഡിപ്പെൻഡ് ഓൺ ദ എക്സ്പ്ലനേഷൻ ആൻഡ് ഇൻഫോർമേഷൻ ഗീവൺ ബൈ ദി റെസ്പോൺസിബിൾ ഓഫീസേഴ്സ് ഓഫ് ദ കമ്പനി. അതായത് ഒരു കമ്പനിയുടെ റെസ്പോൺസിബിൾ ഓഫീസേഴ്സിൻ്റെ ഇൻഫോർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ഓഡിറ്റർ കാത്തിരിക്കുക. അയാളുടെ ഒരു ഇതിലായിരിക്കും ഇയാളുടെ ഓഡിറ്ററിൻ്റെ എക്സ്പ്ലനേഷൻ ഇൻഫോർമേഷൻ എന്നൊക്കെ പറയുന്നത്. അതൊരു നെഗറ്റീവാണ്. Then audit report is affected adversely if the explanation and information prove to be false. Then dependence on opinions of others. Auditor has to rely on the views or opinions given by different experts, lawyers, solicitors, engineers, architects, etc. He cannot be an expert in all the field. അതായത് ഓഡിറ്റേഴ്സും മറ്റുള്ളവരുടെ ഒപ്പീനിയൻസ് കൂടെ വാങ്ങിക്കും. അയാൾക്ക് സ്വന്തമായിട്ടൊരു ഒപ്പീനിയൻ ഇല്ലെങ്കിലും അതും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ്. Conflict with others. Auditor may have differences of opinion with the accountants, management, engineers, etc. In such a case, personal judgment plays important role. It is differs from person to person. അതായത് ഓഡിറ്ററും മറ്റുള്ള അക്കൗണ്ട്സും മാനേജ്മെൻറ്റ് എഞ്ചിനീയേഴ്സും തമ്മിലൊക്കെ എന്താ പറയുക, ഒരു കോൺഫ്ലിക്ട്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സോ അതും നമ്മൾ ഓഡിറ്റിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ലിമിറ്റേഷനാണ്. എഫക്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ. Financial statements may not disclose true picture even after audit due to inflationary trends. അതായത് ഇൻഫ്ലേഷൻ അഫക്റ്റ് ചെയ്യുന്നത് ശരിക്കായിട്ട് ട്രൂ പിക്ചറായിട്ട് ഡിസ്ക്ലോസ് ചെയ്യാറില്ല. ദെൻ കറപ്റ്റ് പ്രാക്ടീസസ് ടു ഇൻഫ്ലുവൻസ് ദ ഓഡിറ്റേഴ്സ്. ദ മാനേജ്മെൻറ്റ് മേ യൂസ് കറപ്റ്റ് പ്രാക്ടീസസ് ടു ഇൻഫ്ലുവൻസ് ദ ഓഡിറ്റേഴ്സ് ടു ഗെറ്റ് എ ഫേവറബിൾ റിപ്പോർട്ട് അബൌട്ട് ദ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ. ചില സമയത്തും ഈ എന്താ പറയുക മാനേജ്മെൻറ്റ് എന്താ പറയുക ഓഡിറ്റേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. അതായത് വല്ല അഴിമതിയൊക്കെ നടത്താറുണ്ട് ക്യാഷൊക്കെ കൊടുത്തിട്ട്. അതായത് അവർക്ക് ഫേവറബിളായിട്ടുള്ള റിപ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതും ഒരു ലിമിറ്റേഷനാണ്. ദെൻ നോ അഷുറൻസ്. ഓഡിറ്റർ ക്യാനോട്ട് ഗീവ് എനി അഷുറൻസ് അബൌട്ട് ഫ്യൂച്ചർ പ്രോഫിറ്റബിലിറ്റി ആൻഡ് പ്രോസ്പെക്ടസ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ പ്രോസ്പെക്ടസിനും പ്രോഫിറ്റബിലിറ്റിക്കും ഒരു ഫ്യൂച്ചർ അഷുറൻസ് ഒന്നും ഓഡിറ്റർ നൽകാറില്ല. ഇൻഹറൻറ്റ് ലിമിറ്റേഷൻസ് ഓഫ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. Financial statements do not reflect current values of the assets and liabilities. Many items are based on personal judgment of the owners. Certain non-mandatory factors cannot be measured. Audited statements due to these limitations cannot exhibit true position. അതായത് ചില നോൺ മോണിറ്ററി ഫാക്ട്സ് ഒന്നും നമ്മൾ മെഷർ ചെയ്യാറില്ല. അതും ഒരു ഇൻഹറൻ്റ് ആയിട്ടുള്ള ലിമിറ്റേഷനാണ്.
Then detailed checking not possible. Auditor cannot check each and every transaction. He may require to do test checking. അതായത് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ചെക്കൊന്നും ചെയ്യാറില്ല, ജസ്റ്റ് ഒരു ടെസ്റ്റ് ചെക്കിങ് മാത്രമായിട്ടാണ് പോവാറ്. അതൊരു ലിമിറ്റേഷനാണ്. ദെൻ ഓഡിറ്റിംഗ് ഈസ് എ പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ ഓഫ് അക്കൗണ്ട്. ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് അക്കൗണ്ട്സൊക്കെ ഒരു പോസ്റ്റ്മോർട്ടം ആണ്. ഓക്കെ, ഇതാണ് ഓക്കെ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് ഓഡിറ്റിംഗ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.